PSC പരീക്ഷയുടെ ഗണിത പരിശീലന പരിപാടി കണക്കിലെ ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടുപിടിക്കൽ മാത്രമല്ല, വളരെ എളുപ്പത്തിൽ വേഗത്തിൽ ഓരോ കണക്കും എങ്ങനെ ചെയ്യാം എന്നത് കൂടിയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ചോദ്യത്തിലേക്ക് പോകാം. 3, 5, 7, 9 എന്ന സമാന്തര പ്രോഗ്രഷന്റെ 24ാം പദം എത്ര? സമാന്തര പ്രോഗ്രഷനാണ്, 24ാം പദമാണ്. ഇതിനെ വളരെ എളുപ്പ വഴിയില്ല, ആ സൂത്രവാക്യം ഓർമ്മിച്ച് വെക്കുക. 24ാമത്തെ പദം കാണാനുള്ള വഴി എന്താണ്? F പ്ലസ് 23D. F എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 3, D എന്ന് പറയുന്നത് പൊതു വ്യത്യാസം, 3ഉം 5ഉം തമ്മിലുള്ള വ്യത്യാസം, 5ഉം 7ഉം തമ്മിലുള്ള വ്യത്യാസം, 7ഉം 9ഉം തമ്മിലുള്ള വ്യത്യാസം 2 അല്ലെ? 7 + 2 9 അങ്ങനെയാണല്ലോ. D പൊതു വ്യത്യാസം. അപ്പോൾ 23D എന്ന് പറഞ്ഞാൽ 23 ഗുണിക്കണം 2 46, 46 3 49. ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ഉത്തരം. അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. കൃഷ്ണന്റെ സഹോദരിയാണ് ഗൗരി. പിങ്കിയുടെ ചെറുമകനാണ് കൃഷ്ണൻ. സിമിയുടെ അമ്മയാണ് പിങ്കി. രാമന്റെ ഭാര്യയാണ് സിമി. പിങ്കി ഗൗരിയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ഇപ്പൊ രണ്ടാളും തമ്മിലുള്ള ബന്ധമാണ്. പിങ്കിയും ഗൗരിയുമായുള്ള ബന്ധമാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ചോദ്യം ശ്രദ്ധിക്കണം. ഗൗരിക്ക് പിങ്കിയുമായുള്ള ബന്ധമല്ല ചോദിച്ചത്, പിങ്കിക്ക് ഗൗരിയുമായുള്ള ബന്ധമാണ്. രണ്ടും വേറെയാണ്. അച്ഛനാകാം, മകനാകാം. എൻ്റെ മകനാകാം, ഞാൻ അച്ഛനാകാം. ഇപ്പൊ വ്യത്യാസമുണ്ട്, ശ്രദ്ധിക്കണം. നോക്കാം, നമുക്ക് ബന്ധം എന്താണെന്ന് നോക്കാം. പിങ്കിയും ഗൗരിയും, ഇതിനകത്ത് വേണ്ടാണ്ട് കുറെ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. നമുക്കതൊന്നും ആവശ്യമില്ല. കാരണം കൃഷ്ണന്റെ സഹോദരിയാണ് ഗൗരി. ഓക്കെ, പിങ്കിയുടെ ചെറുമകനാണ് കൃഷ്ണൻ. ഈ 2 വാചകം മാത്രമേ ഈ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ നമുക്ക് ആവശ്യമുള്ളൂ. കാരണം ഇവ തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടിട്ടുണ്ട്. കൃഷ്ണന്റെ സഹോദരിയാണ് ഗൗരി, പിങ്കിയുടെ ചെറുമകനാണ് കൃഷ്ണൻ. പിങ്കിയുടെ ചെറുമകനാണ് കൃഷ്ണനെങ്കിൽ പിങ്കിയുടെ ചെറുമകളാണ് ഗൗരി. പിങ്കിയുടെ ചെറുമകളാണ് ഗൗരി. ഗൗരിയുടെ ആരാണ് പിങ്കി? അമ്മൂമ്മയാണ്. ഗൗരി പിങ്കിയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണെങ്കിൽ ഗൗരി പിങ്കിയുടെ ചെറുമകളാണ്. പിങ്കിയുടെ ചെറുമകനാണ് കൃഷ്ണൻ. ക്ലിയർ? പിങ്കിയുടെ ചെറുമകനാണ് കൃഷ്ണൻ, പിങ്കിയുടെ ചെറുമകളാണ് ഗൗരി. ചോദ്യം എന്താണ്? പിങ്കി ഗൗരിയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? പിങ്കി ഗൗരിയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ പിങ്കി ഗൗരിയുടെ ആരാണ്? പിങ്കി ഗൗരിയുടെ അമ്മൂമ്മയാണ്, മുത്തശ്ശിയാണ്. ഞാനിത് പറയാൻ കാരണം, എനിക്ക് തന്ന ഈ PSC പരീക്ഷയുടെ ചോദ്യ പേപ്പറിൽ ആ പരീക്ഷ എഴുതിയ സുഹൃത്ത് ചെറുമകൾ എന്ന് ടിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഉത്തരം തെറ്റാണ്, ഇതാണ് ശരി. ഓക്കെ, അടുത്ത ചോദ്യം. മഹേഷ് കിഴക്കോട്ട് 5 മീറ്ററും അവിടെ നിന്നും പടിഞ്ഞാറോട്ട് 4 മീറ്ററും നടന്നു. പിന്നീട് 5 മീറ്റർ വടക്കോട്ട് നടന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് 1 മീറ്റർ നടന്നു. പ്രാരംഭ പോയിന്റിൽ നിന്ന് അവർ പിന്നിട്ട ദൂരം എന്താണ്? ഇത്തരം ചോദ്യങ്ങളുടെ ഉത്തരം കാണാൻ ഒന്ന് വരച്ചു നോക്കുകയാണ് എളുപ്പ വഴി. ആ പോയ വഴികളൊന്ന് വരച്ചു നോക്കാം. മഹേഷ് കിഴക്കോട്ട് 5 മീറ്റർ. അപ്പൊ ആദ്യം നമുക്ക് കിഴക്കോട്ട്, ഇതാണ്, ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. കിഴക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ വലതു ഭാഗം വരും.
ഇതാ എത്ര 5 മീറ്റർ. ഇത് 5 മീറ്റർ. പിന്നെയോ അവിടെ നിന്നും പടിഞ്ഞാറോട്ട് 4 മീറ്റർ. അപ്പൊ പോയടിക്കുന്നത് തിരിച്ചു പോയി, തിരിച്ചിങ്ങോട്ട് 4 മീറ്റർ പോയി. ഇത് 4 മീറ്റർ. എന്നിട്ടോ ആ എത്തിയടിക്കുന്ന 5 മീറ്റർ വടക്കോട്ട് നടന്നു മുകളിലേക്ക്. ഇത് 5 മീറ്റർ. അവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞു. ഇതാണ് ഇടത്തോട്ട്, ഇങ്ങോട്ടല്ല ഇങ്ങോട്ട്. ഇടത്തോട്ട് എത്ര? 1 മീറ്റർ. ഇവിടെ എത്തി. ഇനി ഇവിടെ നിന്ന് ഇവിടെ ഉള്ള ദൂരമാണ് ചോദിക്കുന്നത് അല്ലേ? എന്താ ഇത്? 1 മീറ്റർ. ആകെ 5, അതിൽ 4 പോയി 1, ഇതും 1. ഇടത്തോട്ട് തിരിഞ്ഞ് 1 മീറ്റർ ആണല്ലോ. അപ്പൊ ഈ ദൂരമാണല്ലോ ഈ ദൂരം. എത്ര? 5 മീറ്റർ. അടുത്ത ചോദ്യം, ഗ്രൂപ്പിലെ വ്യത്യസ്തമായ ജോഡി ഏത്? 72 12 120 74 48 36 96 84. ഇങ്ങനെ കുറച്ച് സംഖ്യകൾ തന്നിട്ട് അതിലെ ഒറ്റയാന്മാരെ, വ്യത്യസ്തമായ സംഖ്യയെയോ ജോഡികളെയോ ഒക്കെ കാണാൻ പറഞ്ഞാൽ നമ്മൾ ആദ്യം ഒന്ന് അതെന്താണെന്ന് പഠിക്കണം. എങ്ങനെയാണ് അതിന്റെ പൊതുവായ കാര്യങ്ങൾ വരുന്നതെന്ന്. ഇത് അല്പം ആശയക്കുഴപ്പമുണ്ടാക്കുന്നുണ്ട്. എങ്കിലും നമുക്ക് ഇങ്ങനെ കണ്ടെത്താം. 72 12 12ന്റെ ഗുണിതങ്ങളാണ്. ഒരു 12 12 6 12 72. ഇതും അതെ 12ന്റെ ഗുണിതങ്ങളാണ്. 4 12 48 12 36. ഇതും 12ന്റെ ഗുണിതങ്ങളാണ്. 8 12 7 12. അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ. പക്ഷെ ഇത് 12 ഗുണിക്കണം 10 120 ആണ്. 12 ഗുണിക്കണം 10 120 ആണ്. പക്ഷെ 74 ആ കൂട്ടത്തിൽ വരുന്നില്ല. അതുകൊണ്ട് വ്യത്യസ്തമായ ജോഡി ഇതാണ്, ഓപ്ഷൻ ബി. 5ാമത്തെ ചോദ്യം, ഒരു പ്രത്യേക കോഡ് ഭാഷയിൽ CRUDE എന്നത് 5 4 2 1 1 8 3 എന്നും BOSTON എന്നത് 1 4 1 5 2 0 1 9 1 5 2 എന്നും എഴുതിയിരിക്കുന്നു. ആ ഭാഷയിൽ DOCKET എങ്ങനെ എഴുതാം? ശ്രദ്ധിച്ച് നോക്കിയിട്ട് ഉത്തരം കണ്ടെത്തണം. നമ്മുടെ കണ്ണാണ് ഇതിന്റെ ഉത്തരത്തിന്റെ കീ. ഓക്കെ. CRUDE 54 21 153. ഈ അക്ഷരങ്ങളും ഈ അക്കങ്ങളും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? സി എന്നത് ഇംഗ്ലീഷ് ഭാഷയിലെ 3ാമത്തെ അക്ഷരമാണ്. പക്ഷെ ഇവിടെ അത് 5ലാണ് തുടങ്ങിയിരിക്കുന്നത് അല്ലേ? പക്ഷെ 3 ഇവിടെ ഉണ്ട്. ഇതാ ഇവിടെയാണ്, ബാക്കില്. ഇതിലെ ലാസ്റ്റ് അക്ഷരം എന്താ? ഇ ആണ്. അത് ഇംഗ്ലീഷ് ഭാഷയിലെ 5ാമത്തെ അക്ഷരമാണ്. അത് ഇവിടെ തുടക്കത്തിലുണ്ട്. അത് ശരിയാണെന്ന് നമുക്ക് നോക്കാം അല്ലേ? സി ഇത് 3. ആർ എന്ന് പറയുന്നത് എത്രാമത്തെ അക്ഷരമാണ്? 18ാമത്തെ അക്ഷരമാണ്. അപ്പൊ ഇത് ഇങ്ങനെ വന്നിട്ടുണ്ട്. യു 21ാമത്തെ അക്ഷരമാണ്. അതും അങ്ങനെ വന്നിട്ടുണ്ട്. ഡി 4ാമത്തെ അക്ഷരമാണ്. ഇ 5ാമത്തെ അക്ഷരമാണ്. അതായത് ഇതിലുള്ള ഇംഗ്ലീഷ് ഭാഷയിലെ ആ അക്ഷരമാല ക്രമത്തിലെ എണ്ണം, സംഖ്യകൾ ഉണ്ടല്ലോ, അതിന്റെ എണ്ണം അത് തിരിച്ചിട്ടാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നമുക്ക് അങ്ങനെ നോക്കാം. ബോസ്റ്റൺ ബി എത്ര? 2 ആണ്. അതിവിടെ ലാസ്റ്റ് വന്നിട്ടുണ്ട്. എൻ എത്രാമത്താണ്? 14. അത് ആദ്യം വന്നിട്ടുണ്ട്. അപ്പൊ ഇതും ഇതേപോലെ തന്നെ തിരിച്ചിട്ട് ഇവിടെ എഴുതിയിരിക്കുകയാണ്. അക്ഷരമാല ക്രമം തിരിച്ചിട്ട് എഴുതിയിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ നമ്മൾ തിരിച്ചിട്ട് എഴുതിയാൽ മതി അല്ലേ? ഡി എന്ന് പറയുന്നത് എത്രാമത്തെ അക്ഷരമാണ്? 4ാമത്തെ അക്ഷരമാണ്. 4ാമത്തെ അക്ഷരം അവസാനം വരണം. ഇതല്ല, ഇത് മാത്രമേ ഉള്ളൂ.
ഡി തുടക്കമാണ്, പക്ഷേ അതിന്റെ കോഡിൽ അവസാനമാണ്. അങ്ങനെ അവസാനം വരുന്ന ഒരേ ഒരു സംഖ്യ മാത്രമേ ഈ കൂട്ടത്തിലുള്ളൂ, അത് ഇതാണ്. അതുകൊണ്ട് ഇതും 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 തെറ്റാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് പറയാം. ആറാമത്തെ ചോദ്യം. ഒരു സംഖ്യയുടെ 25% ആ സംഖ്യയുടെ 1/3 8 കുറവാണ്. സംഖ്യ ഏത്? ഒരു നോട്ടത്തില് ചെയ്യാൻ പ്രയാസമുള്ള കണക്കാണ്. ഈ സംഖ്യ എങ്ങനെ കണ്ടെത്തും എന്നൊക്കെ ആലോചിച്ച് തലമുണ്ടാക്കും. അങ്ങനെ നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകും അടുത്ത ചോദ്യത്തിലേക്ക്, അല്ലേ? സിമ്പിളായിട്ട് ചെയ്യാം. ഇതിൽ നമുക്ക് സഹായകരമായ ഒരു ക്ലൂ ഇതിലുണ്ട്. അതെന്താ അറിയോ? ആ സംഖ്യയുടെ 1/3 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ 4 സംഖ്യകളിൽ 1/3 കാണാൻ പറ്റുന്ന സംഖ്യ ആയിരിക്കും ഉത്തരം. 94ന്റെ 1/3 കാണാൻ കഴിയില്ല. 94 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 വരും. അതുകൊണ്ട് ഈ ഉത്തരം തെറ്റാണ്. 96 നമുക്ക് 1/3 കാണാൻ പറ്റും. 90നെ 1/3 കാണാൻ പറ്റും. 92 പറ്റില്ല. 92നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ 2 ബാക്കി വരും, ശിഷ്ടം. അപ്പൊ ഇതിലേതോ ഒന്നാണ് ഉത്തരം. ഇനി നമ്മൾ അത് നോക്കിയാൽ മതി. എന്താ? ഒരു സംഖ്യയുടെ 25%. അപ്പോൾ സംഖ്യ നമുക്ക് ഇതാണെന്ന് വിചാരിക്കുക. അതിന്റെ 25% കാണണം. 25% എന്ന് പറഞ്ഞാൽ 25/100. അതായത് 4/1. ഇതിന്റെ പകുതിയുടെ പകുതി. ഇതിന്റെ പകുതിയുടെ പകുതി എത്രയാ? 96ന്റെ പകുതി 48. 48ന്റെ പകുതി 24. ആ സംഖ്യയുടെ 25%, അതായത് 96ന്റെ 25% നമുക്ക് 24 കിട്ടി. അതെന്താണ്? ആ സംഖ്യയുടെ, അതായത് 96ന്റെ 1/3 1/3 എത്രയാ? 32. അതിനേക്കാൾ 8 കുറവാണ്. 32ൽ നിന്ന് 8 കുറക്കണം. എത്ര കിട്ടും? 24 കിട്ടും. ഇവിടെ കിട്ടിയതോ? അതിന്റെ 20%, അത് 24. ഇങ്ങനെ 3/1 കണ്ടിട്ട് 8 കുറച്ചപ്പോഴോ അതും 24. ഇനി വേറെ 90നെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതില്ല. ഉത്തരം ഇത് തന്നെ, ഓപ്ഷൻ ബി. ഇനി ഇത് തെറ്റാണെങ്കിൽ ഇത് നമ്മൾ ചെയ്തു നോക്കേണ്ട ആവശ്യമില്ല, നമുക്കിത് ടിക്ക് ചെയ്യാം. ക്ലിയർ? 7ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. തന്നിരിക്കുന്ന പാറ്റേണിൽ നഷ്ടമായ സംഖ്യകൾ ഏവ? ഇവിടെ ഒരു പാറ്റേൺ തന്നിട്ടുണ്ട്. 2 ഡാഷ് 0 1 1 2 3 5 8 ഡാഷ് 21 34 ഡാഷ് 89. ഈ 2 വിട്ട സ്ഥാനത്തുള്ള സംഖ്യകൾ ഏതാണ്? ഇത് എത്ര പ്രയാസമുള്ള ഒരു ചോദ്യമല്ല, സിമ്പിളാണ്. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. 0 1 കൂടെ കൂട്ടിയാൽ 1, 1 1 കൂടെ കൂട്ടിയാൽ 2, 1 2 കൂടെ കൂട്ടിയാൽ 3, 2 3 5, 3 5 8, 5 8 13, 13 21 34, 21 34 55, 34 55 89. അപ്പൊ 13 55. ഓപ്ഷൻ സി. 8ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. -2 all raised to 4 into 3/2 all raised to 4. -2 ഓൾഘാതം 4 ഗുണിക്കണം 3/2 ഓൾഘാതം 4 എത്രയാണ്? ചെറിയൊരു ആശയക്കുഴപ്പം നമ്മളിൽ ഉണ്ടാക്കിയിട്ട് ഉത്തരം തെറ്റിക്കാനുള്ള ശ്രമം ഈ ചോദ്യം ഉണ്ടാക്കിയാണ് നോക്കിയിട്ടുണ്ട്. എന്താ കാരണം? ഇവിടെ ഒരു മൈനസ് ഒക്കെ തന്നിട്ടുണ്ട്, അല്ലെ? അത് മൈനസ് ആണെങ്കിലും പ്ലസ് ആണെങ്കിലും ഒരേ വിലയാണ്. -2 ആണല്ലോ. -2 ഗുണിക്കണം -2 ഗുണിക്കണം -2 ഗുണിക്കണം -2. മൈനസും മൈനസും ഗുണിച്ചാൽ പ്ലസ് ആയി, മൈനസും മൈനസും ഗുണിച്ചാൽ പ്ലസ് ആയി. അതായത് ഇത് -2 all raised to 4 എന്ന് പറഞ്ഞാൽ 2 raised to 4 എന്ന് തന്നെയാണ്. ഗുണിക്കണം 3/2 all raised to 4 എന്ന് പറഞ്ഞാലോ 3 raised to 4 by 2 raised to 4.
ഈ 2/4ഉം ഈ 2/4ഉം വെട്ടി അവിടെ ഓരോന്ന് കിട്ടും. ബാക്കി എന്തുണ്ട്? 3/4. ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം 9ാമത്തെ. 45 സംഖ്യകളുടെ ശരാശരി 150 ആണ്. 46 എന്ന സംഖ്യ 91 എന്ന് തെറ്റായി എഴുതിയതായി പിന്നീട് കണ്ടെത്തി. എങ്കിൽ ശരിയായ ശരാശരി എന്താണ്? ശരിയായ ശരാശരി എന്ന് പറഞ്ഞാൽ ഇത് തെറ്റാണെന്നാണ് അർത്ഥം. അത് തെറ്റിപ്പോയി. തെറ്റിപ്പോകാൻ എന്താ കാരണം? ശരിക്കും 46 എന്നായിരുന്നു വേണ്ടത്, പക്ഷെ കൂട്ടിയപ്പോൾ 91 എന്ന് എഴുതിപ്പോയി. നിങ്ങൾ ഈ ശരാശരി, അതായത് ശരിയായ ശരാശരി ഈ ചോദ്യത്തിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ കാണും എന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഒരു വഴി തിരഞ്ഞെടുത്ത് അതാണ് പരിചയപ്പെടുത്തുന്നത്. അത് നിങ്ങൾക്ക് അതിനോട് യോജിപ്പില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ രീതി തിരഞ്ഞെടുത്തോളൂ. ഓക്കെ, ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ശരിക്കും എന്താ വേണ്ടത്? 46. വന്നു പോലെ എത്രയാണ്? 91. അപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസം എത്ര വന്നു? 91 മൈനസ് 46. 45 വന്നുപോയി. 45 വന്നു പോയത് എങ്ങനെയാ? 45 സംഖ്യകളുടെ ശരാശരി കണ്ടപ്പോഴാണ് 45ന്റെ വ്യത്യാസം വന്നത്. 45ന്റെ വ്യത്യാസം 45 സംഖ്യകളുടേതാണെങ്കിൽ ഒരു സംഖ്യക്ക് വ്യത്യാസം എത്ര വരും? 45/45 സമം 1. അതായത് ആകെ നമ്മൾ കണ്ട ഈ 150 ശരാശരി ശരിക്ക് വ്യത്യാസം വരുന്നത് എത്രയാണ്? 1 ആണ്. ശരിയായ ശരാശരി എങ്ങനെ കാണും? 150ൽ നിന്ന് 1 കുറച്ചാൽ മതി, 149. ഓപ്ഷൻ എ. നിങ്ങൾക്ക് ഇതിനേക്കാൾ ചുറഞ്ഞ് കണ്ടുപിടിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. ഞാൻ PSC പരീക്ഷയ്ക്ക് ഇതിന്റെ ഉത്തരം കാണുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് കാണുക. ഓക്കെ.